നമസ്കാരം. ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. അതായത് ഏത് സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കുക എന്നത് മോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതും. അതായത് ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എംബസി ഈ പുതിയ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പുതിയ നിർദ്ദേശം എംബസി പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ്. കഴിഞ്ഞ കുറച്ചു നാളായി നിലനിൽക്കുന്ന സംഘർഷ പശ്ചാത്തലത്തിൽ, അതായത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിന്റെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ നടത്തുന്നതിന് മുമ്പ് സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്നും എന്നിട്ട് മാത്രമേ യാത്ര ചെയ്യാവൂ. എംബസി നൽകുന്ന നിർദ്ദേശത്തിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് എംബസി പറയുന്നത്. ജൂൺ 13-നാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത്. നദാൻസ്, ഫോർഡ് എന്നിവ ഉൾപ്പെടെയുള്ള ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ആരംഭിച്ചത്. തുടർന്ന് ജൂൺ 22-ന് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ നടന്നു. അന്ന് US ഒന്നിലധികം ഇറാനിയൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇസ്രയേലിനും ഖത്തറിലെ ഒരു US താവളത്തിനും നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇറാൻ തിരിച്ചടിച്ചു. പിന്നീട് US പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷം അങ്ങനെ അവസാനിച്ചു. സംഘർഷത്തിന്റെ ദിവസങ്ങളിൽ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് പ്രാദേശിക സംഘർഷത്തെ തുടർന്ന് സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കണമെന്നും ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഒന്നിലധികം സ്ഫോടനങ്ങളും ആളപായങ്ങളും റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ കഴിഞ്ഞ ആഴ്ച US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാനിലേക്കുള്ള യാത്രകൾക്കെതിരെ അമേരിക്കക്കാർക്ക്, പ്രത്യേകിച്ച് ഇറാനിയൻ പാരമ്പര്യമുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു പൊതു അവബോധ ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു. ബോംബാക്രമണം അവസാനിപ്പിച്ചിട്ടും ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നത് അത്ര സുരക്ഷിതമല്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇന്ത്യൻ അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ബന്ധം നിലനിർത്തണമെന്നും ഔദ്യോഗിക ഉപദേശങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നിരുന്നു. പിന്നാലെയാണ് ആക്രമണങ്ങൾക്ക് മറുപടിയുമായി ഇറാൻ തിരിച്ചടിച്ചത്. ഇസ്രയേലിനെ പിന്തുണച്ച് US എത്തിയതോടെ സ്ഥിതിഗതികൾ അടപടലം മാറിമറിഞ്ഞു. ഇറാന്റെ ഫോർദർ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US ആക്രമണം നടത്തി. തുടർന്ന് ഇസ്രയേലിലെ വിവിധ മേഖലകളെ ഇറാൻ ആക്രമിച്ചു. കൂടാതെ ഖത്തറിലുള്ള US സൈനിക വ്യോമതാവളവും ഇറാൻ സേന തകർത്തെറിഞ്ഞു. ജൂൺ 24-ന് ഇസ്രയേൽ ഏകപക്ഷീയമായ ആക്രമണം നിർത്തുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് 12 ദിവസത്തെ യുദ്ധം നിർത്തിയത്.